James chapter 4, verse 3. When you ask, you do not receive because you ask with wrong motives. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. Not all prayer is pleasing to God. Some prayers rise like incense, filling heaven with their fragrance. Others fall to the ground empty and worthless. എല്ലാ പ്രാർത്ഥനയും ദൈവത്തിന് പ്രസാദകരമല്ല. ചില പ്രാർത്ഥനകൾ സുഗന്ധമായി സ്വർഗത്തിലേക്ക് ഉയരുന്നു. മറ്റു പ്രാർത്ഥനകൾ ശൂന്യമായി പാഴായി നിലത്ത് വീഴുന്നു. What makes the difference? The heart behind the prayer. പ്രാർത്ഥനയിലുള്ള അതിൻ്റെ ആഴവും നമ്മൾ അതിന് നൽകുന്ന ശ്രദ്ധയും ഹൃദയവുമാണ് പ്രാർത്ഥനയ്ക്കുണ്ടാക്കുന്ന വ്യത്യാസം. The Pharisee in the temple prayed, but his words were filled with pride. പരീശൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു, എന്നാൽ അവൻ്റെ വാക്കുകൾ അഹന്ത നിറഞ്ഞതായിരുന്നു. His prayer was not about God, it was about himself. ദൈവമല്ലായിരുന്നു അവൻ്റെ പ്രാർത്ഥനയുടെ കേന്ദ്രം, അവനായിരുന്നു. Likewise, when we pray without humility, without repentance, or with selfish motives, our words become hollow. താഴ്മയില്ലാതെയും അനുതാപമില്ലാതെയും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മാത്രം നമ്മുടെ പ്രാർത്ഥനയിൽ മുഴങ്ങുമ്പോൾ അത് ശൂന്യമായിത്തീരുന്നു. Prayer that does not seek God's will, that does not spring from love or surrender, is worthless. എല്ലാ പ്രാർത്ഥനയും ദൈവഹിതം അന്വേഷിക്കണം. സ്നേഹത്തിൽ നിന്ന് ആയിരിക്കണം പ്രാർത്ഥനയുടെ ഉറവിടം. സമർപ്പണമില്ലാത്ത പ്രാർത്ഥന പാഴാണ്. Christ wants us not to heap up empty words, thinking we will be heard for our many prayers. He seeks hearts that are pure, not lips that merely recite. വെറും വാക്കുകൾ മാത്രം പറയുന്ന അധരങ്ങളല്ല, പിന്നെയോ വിശുദ്ധിയുള്ള ഹൃദയങ്ങളെയാണ് ദൈവം പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുന്നത്. Lent is a time to purify our prayers. ഈ നോമ്പുകാലം നമ്മുടെ പ്രാർത്ഥന അർത്ഥവത്താക്കാം. Are we seeking God or only His gifts? നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തെയാണോ നാം അന്വേഷിക്കുന്നത്, അതോ ദൈവം നമുക്ക് എന്ത് നൽകും എന്നുള്ളതാണോ അന്വേഷിക്കുന്നത്? Do we pray to be seen or do we pray to be changed? നാം കാണപ്പെടുവാനാണോ രൂപാന്തരപ്പെടുവാനാണോ പ്രാർത്ഥിക്കുന്നത്? A true prayer is one that breaks us open before God, that surrenders, that says, Lord, have mercy. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിരന്തരമായി ഉരുവിടുന്ന മനുഷ്യനാണ് യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. Let us not waste our prayers on pride or vanity. Instead, let every word we lift be a cry of love, longing, and trust in the one who hears. നമ്മുടെ പ്രാർത്ഥന സുഗന്ധമായി സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.